കേരളത്തിൽ വഹാബി പ്രസ്ഥാനം രൂപീകരിച്ച ഉടനെ അവർ പ്രസിദ്ധീകരിച്ച അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്തി എന്ന മദ്രസ പുസ്തകത്തിന്റെ പേജുകളാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അവിടെ നോക്കൂ, സുന്നത്ത് നിസ്കാരങ്ങൾ എണ്ണിപ്പറയുകയാണ്. മൂന്നാമത്തേത് തറാവീഹ്. തറാവീഹിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ പറയുന്നു, ഇതും ഇശാഇന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഇത് 20 റക്അത്ത് ഉണ്ട്. എല്ലാ ഈ 2 റക്അത്തിലും സലാം വാജിബാണ്. പഴയകാല വഹാബിസത്തിൽ തറാവീഹ് 20, എല്ലാ ഈ 2 റക്അത്തിലും സലാം വീട്ടൽ നിർബന്ധം. KM മൗലവി എന്ന പൗരോഹിത്യ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ KM മൗലവി അദ്ദേഹത്തിന്റെ അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്തി എന്ന പുസ്തകത്തിൽ സഹോദരങ്ങളെ ഈ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ തറാവീഹ് 20 റക്അത്ത് ഇല്ലെന്നും ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയണമെന്നും ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ തെളിവല്ലെന്നും കേരളത്തിലെ ആധുനിക വഹാബി പുരോഹിതൻ പ്രസംഗിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചു എന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാച്ചുന്നതിൽ സ്വഹാബത്ത് വന്നുവെന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെയില്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്.